ഈ വീഡിയോയിൽ നമ്മൾ റഷ്യ ഉക്രൈൻ അതേപോലെ അമേരിക്ക അതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ സെലൻസ്കി ഏതാണ്ട് 26-ാം തീയതി ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സെലൻസ്കി പറഞ്ഞത് പുടിൻ വിൽ ഡൈ സൂൺ, അതായത് പുടിൻ വളരെ വൈകാതെ തന്നെ മരണപ്പെടും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരുന്നത്. ആ ഒരു വണ്ടറിങ് സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് തന്നെ പുള്ളി പറഞ്ഞു വെച്ചിരുന്നത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നല്ല, ശരിക്കും റഷ്യയുടെ ഉള്ളിലുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പൊ അത് റഷ്യയുടെ ഉള്ളിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ്, ബ്യൂറോക്രസി, അതൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് റഷ്യയുടെ ഉള്ളിൽ. അത് വേറെ ഒന്നുമല്ല, പുടിൻ സഞ്ചരിക്കുന്ന വാഹനം. ആ വാഹനം എന്ന് പറഞ്ഞാൽ വളരെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിനെ പ്രസിഡൻഷ്യൽ വെഹിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ആ പുടിൻ യാത്ര ചെയ്യുന്ന പ്രസിഡൻഷ്യൽ വെഹിക്കിൾ, അതായത് RS സെനറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ലിമോസിൻ ടൈപ്പ് ഓഫ് വെഹിക്കിളിലാണ് പുള്ളി ഈ ഒരു പ്രസിഡൻഷ്യൽ വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വെളിയിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള രേഖകൾ പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ അത് വേറെ, ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റംസ് അത് വേറെ. ഹൈലി സെക്യൂർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിലാണ് പുടിൻ സഞ്ചരിക്കുന്നത്. ഈ വാഹനം ശരിക്കും FSB എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഹെഡ് ഓഫീസാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാം. ആ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ കത്തിപ്പോയിരിക്കുകയാണ്. കത്തിപ്പോയിരിക്കുക പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇഞ്ചിൻ മുതൽ കത്തി തുടങ്ങി, അതിലോട് ഇഞ്ചിൻ മുതൽ കത്തി തുടങ്ങി ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ കോ സീറ്റർ ഉൾപ്പെടെ കത്തിപ്പോയിരിക്കുകയാണ്. ആ രീതിയിൽ കത്തിപ്പിടിച്ച അവസ്ഥയിലാണ് ഈ വാഹനം. ഇപ്പം ഇതാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ റഷ്യയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ത്രെട്ട് തന്നെയായിട്ടാണ് കണക്കാക്കാൻ പറ്റുന്നത്. സെലൻസ്കി 3 ദിവസത്തിന് മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് റഷ്യ നല്ല രീതിയിൽ സംശയിക്കുന്നുണ്ട്. പണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് ഉക്രൈന്റെ ഒരുപാട് ചാരന്മാർ റഷ്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പണ്ട് തന്നെ ഉണ്ട്. എത്രമാത്രം ഇതിനകത്ത് സ്ട്രോങ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഉക്രൈന് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പം റഷ്യയുടെ ഉള്ളിൽ പുരോഗമിക്കുന്നത്. ക്രെംലിനിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അഥവാ ഇപ്പൊ ഈ ഒരു സമയം, ഈ ഒരു സാഹചര്യത്തിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റ്, അതായത് ഈ പുടിൻ സഞ്ചരിക്കുന്ന വാഹനത്തിനെ തന്നെ കത്തിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് നടത്തിയിരിക്കുന്നത് തികച്ചും ഈ ഒരു യുദ്ധം തുടർന്ന് നടക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെസ്റ്റേൺ കൺട്രീസിന്റെ പങ്കുണ്ടാവാം, ഉക്രൈന്റെ പങ്കുണ്ടാവാം, ഇനി റഷ്യയുടെ ഉള്ളിൽ തന്നെ പുടിന് എതിരാളികളായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന് പുറകിലുണ്ട് എന്നുള്ളതാണ്. റഷ്യയുടെ ഉള്ളിൽ പുടിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് പല കേസുകളിൽ അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പുടിനെതിരെ ശബ്ദിക്കുന്ന ആൾക്കാരെ ഏത് രീതിയിൽ സൈലന്റ് ആക്കും എന്നുള്ളത് ഈ ലോകം തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ റൂളിംഗ് നടത്തുന്ന ഒരു വ്യക്തിയാണ് പുടിൻ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ അന്വേഷണം നീണ്ടുപോകുന്നത് ഈ പ്രസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് റഷ്യയിൽ. അതൊരു ഗവൺമെന്റ് കമ്പനിയാണ്. അതായത് ഈ പ്രസിഡന്റുമായിട്ട് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും ഈ ഒരു കമ്പനിയാണ് മാനേജ് ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് തന്നെയാണ് രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഹൈലി ഇന്റലിജൻസ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള കമ്പനികളുടെ പട്ടികയിൽ വരുന്ന കമ്പനിയാണ് ഇത്. അപ്പൊ ഈ കമ്പനിയുമായിട്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പൊ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഇതിനെ ചൊല്ലിയുള്ള അന്വേഷണം നടക്കുന്നു. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിക്കായിരിക്കും ഇനി ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളത്. രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് 3ാമത് തവണയും ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല, അമേരിക്ക 3ാമത് ഞാൻ മത്സരിക്കും, അത് എന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു താല്പര്യമാണ് എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അമേരിക്കയുടെ ഉള്ളിൽ സ്പാർക്ക് ആക്കിയിട്ടുണ്ട്. ഈ വിഷയം കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ കൺട്രീസ് അതെങ്ങനെയാണ് സാധിക്കുക, അമേരിക്കയിൽ 2 വട്ടമല്ലേ സാധിക്കൂ എന്നുള്ള രീതിയിൽ ചില വെസ്റ്റേൺ കൺട്രീസും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഉള്ളിലെ ഡീപ് സ്റ്റേറ്റ് ഇതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു അപ്രോച്ചിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഡീപ് സ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ കൊള്ളസങ്കേതമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റിനെയൊക്കെ ഇത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് മത്സരിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൺസേൺ രേഖപ്പെടുത്തുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ്. അത് കൂടാതെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് റഷ്യയുമായിട്ട് കൂടുതൽ ടൈപ്പ് വെക്കുകയും അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് ട്രേഡ്, വ്യാപാര മേഖലകളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തേടുന്നതായിട്ട് ഓൾറെഡി തന്നെ ട്രംപ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ നയങ്ങൾ കൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ ഉള്ളത്. കാരണം ഒരുപാട് മാസീവ് ലേ ഓഫ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റത്തിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഗ്ലോബലൈസേഷനിലോട്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ മാറി ചിന്തിക്കുന്നുണ്ട്. യൂറോപ്പ് ഉൾപ്പെടെ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ തന്നെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് 3ാമതും ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഇതൊക്കെ ട്രംപിനെ കൊണ്ട് മാത്രമേ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയാൻ സാധിക്കൂ എന്നുള്ളതാണ്.
ഇപ്പൊ ഗ്രീൻലാൻഡ് ഇഷ്യൂ കുറച്ചുകൂടെ ഫോക്കസ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് രണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഗ്രീൻലാൻഡിലെ സ്വമേധയാ എടുക്കുക എന്നുള്ളത്, രണ്ടാമത് ഗ്രീൻലാൻഡിനെ മിലിറ്ററി ആക്ഷൻ നടത്തി എടുക്കുക എന്നുള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ഇപ്പൊ ഇതിനകത്ത് സ്വമേധയാ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിൽക്കാം. പക്ഷെ അമേരിക്ക മിലിറ്ററി പരമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരം ഗ്രീൻലാൻഡിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയം നിലനിൽക്കെ തന്നെയാണ് പനാമ കനാലുമായിട്ട് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ചൈന റിവീൽ ചെയ്തിരിക്കുന്നത്. ചൈന പറഞ്ഞിരിക്കുന്നത് പനാമ കനാലുമായിട്ട് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, പനാമ കനാലുമായിട്ട് ബന്ധപ്പെട്ട് ചില എഗ്രിമെന്റുകൾ അമേരിക്കയുടെ ബ്ലാക്ക് റോക്ക് സംഘടനയുമായിട്ട് നടക്കുന്നുണ്ട്. അഥവാ പനാമ കനാലിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ ബ്ലാക്ക് റോക്ക് സംഘടന ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ കമ്പനി തന്നെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതായത് മാക്സിമം പോർഷൻസ് ഓഫ് പനാമ കനാൽ അതേ ബ്ലാക്ക് റോക്ക് സംഘടന ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ കീഴിലേക്ക് മൊത്തത്തിൽ മാറ്റാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ചൈന പറഞ്ഞു വെക്കുന്നത്. ഇതും ഇപ്പം ലൈം ലൈറ്റിൽ ഒരു ചർച്ച ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയം. ഇതിനകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്ക ഓൾറെഡി പറഞ്ഞതാണ് പനാമ കനാലിനെ ഏറ്റെടുക്കുന്നുള്ളത്. പക്ഷെ അത് ഏത് രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് അമേരിക്ക അതിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ വളരെ നീറ്റായിട്ട് ബ്ലാക്ക് റോക്ക് സംഘടനയെ വെച്ച് ഒരു എഗ്രിമെന്റ് ഇട്ട് ആ കനാലിന്റെ ഫുൾ കൺട്രോളിംഗ് എടുക്കുകയാണ്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോഡ്ജ് എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഇലോൺ മസ്കിന് നല്ല രീതിയിലുള്ള തലവേദനയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇലോൺ മസ്കിന് വന്നിരിക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നേ ചെയ്യാവൂ. ഒന്നെങ്കിൽ ഡോഡ്ജിൽ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെസ്ല ഇന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ടെസ്ല ഈ രീതിയിൽ കൂപ്പുകുത്തിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഡോഡ്ജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന് അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ CIA എന്ന് പറഞ്ഞ അതായത് ഇന്റലിജൻസ് ഓഫീസിൽ നിന്ന് ഒരു വിളി വന്നിരിക്കുകയാണ് എലോൺ മസ്കിന്. അതായത് ഫെഡറൽ സംവിധാനം, ഈ ഫെഡറൽ സംവിധാനത്തിൽ എന്താണോ ഡോഡ്ജ് ഇടപെടൽ നടത്തിയത്, അതുപോലെ തന്നെ നാസയിൽ എന്താണോ ഇടപെടൽ നടത്തിയത്, അതുപോലെ തന്നെ CIA ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളാണ് കണ്ടെത്തിയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് CIA നിന്നും ഇലോൺ മസ്കിനെ വിളിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഒരു ഗ്രോത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. ഇത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ടെസ്ല അതേപോലത്തെ ഇൻകം, ടെസ്ല വ്യാപാരം, ട്രേഡ്, ഇൻകം, ലോസ്, പ്രോഫിറ്റ്, ഇതിലൊക്കെ ഉപരിയായിട്ട് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഹൈലി റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. അത്ര എളുപ്പത്തിൽ അമേരിക്കയിൽ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല എലോൺ മസ്ക് ഇന്ന് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും CIA ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ വിഷയങ്ങൾ നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും പുറത്തു വരാനുള്ളത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാരണം ഈ CIA എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണല്ലോ. കാരണം ഇതിനകത്ത് CIA ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇനിയിപ്പം തൂത്തുപറക്കി വെളിയിൽ എടുത്തിടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. CIA ബന്ധപ്പെട്ട് എത്ര പേർക്ക് ഇനി ജോലി പോകും എന്നുള്ളതൊക്കെ ഇനിയിപ്പോ കണ്ടറിയണം. അതാണ് ഇനിയിപ്പോ നടക്കാൻ പോകുന്ന വിഷയം. യൂറോപ്യൻ യൂണിയൻ ഒരു ഡിഫൻസ് ടീമിനെ ഉക്രൈന്റെ ഉള്ളിലേക്ക് അയക്കാനുള്ള പദ്ധതിയാണ് ഇപ്പൊ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പണ്ട് ഒരു പീസ് കീപ്പിംഗ് മിഷൻ ഒക്കെ പറഞ്ഞു, പിന്നെ ഒരു ആർമിയെ മൊത്തത്തിൽ 3 ലക്ഷം പേരെ തയ്യാറാക്കി വിടാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം ഒരു ഡിഫൻസ് ടീമിനെ ഉക്രൈന്റെ ഉള്ളിലേക്ക് വിടുന്നതാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ ഉള്ളിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനും എത്ര സോൾജേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് എവിടെയൊക്കെ വിന്യസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉക്രൈനിൽ റഷ്യയെ കൺഫ്രണ്ട് ചെയ്ത് അവരെ തുരത്തി ഓടിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഇവാലുവേഷൻ സ്റ്റഡി നടത്താനാണ് അവർ പറഞ്ഞുകൊണ്ട് ഈ ഒരു ടീമിനെ അകത്തോട്ട് വിടുന്നത്. പക്ഷെ ഈ ഒരു ടീമിനെ അകത്ത് വിടുമ്പോഴത്തേക്കും റഷ്യ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു തേർഡ് പാർട്ടി കൺട്രിയുടെ ആർമി ഉക്രൈന്റെ ഉള്ളിൽ വരുന്നുവെങ്കിൽ റഷ്യ അതിനെ വേൾഡ് വാർ ആയിട്ട് കൺസിഡർ ചെയ്യും എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വേൾഡ് വാർ 3 എന്ന് റഷ്യ കൺസിഡർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ പിന്നെ അവിടെ അണുബോംബ്, അതായത് ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിലേക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഒരുക്കാൻ ഈ ഒരു ഡിഫൻസ് ടീം അകത്തോട്ട് പോകുന്നത് സഹായകരമാകുന്നത്. പക്ഷെ എന്നാലും ഇത് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്ലാനാണ്. ഇമ്മാനുവൽ മാക്രോനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ റഷ്യ വാൺ ചെയ്തിട്ടുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറഞ്ഞാൽ പുള്ളിയെ തന്നെ സ്വന്തമായിട്ട് ഒരു നെപ്പോളിയൻ എന്നുള്ള നിലയിലാണ് കരുതിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കയറി ഇടപെടുക, എന്നാൽ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറിത്തീരുക അവസാനം. ഇതാണ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരു സ്വന്തമായിട്ട് ഞാനൊരു നെപ്പോളിയനാണ്, ഒരു നെപ്പോളിയൻ ബോണപ്പട്ട് എന്നുള്ള നിലയിലാണ് പുള്ളിയുടെ ചിന്താഗതി. ആ രീതിയിലാണ് മാക്രോണിന്റെ ഓരോ പ്രവൃത്തികൾ. ലബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ വിഷയത്തിൽ ഇടപെടുന്ന ആയിക്കോട്ടെ, ഇതേപോലെ റഷ്യ ഉക്രൈന്റെ ഇടയിൽ കിടന്ന് ഇടപെടുന്ന ആയിക്കോട്ടെ, ഏത് വിഷയം വന്നാലും മാക്രോൺ ഈ രീതിയിലാണ് പെരുമാറുന്നത്. മാക്രോൺ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം, അതായത് ഫ്രാൻസിനുള്ളിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്. ഈ ഒരു അൺസർട്ടനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മത്സരിച്ച് വിജയിച്ച് കളയാം എന്നുള്ള ഒരു തോന്നലാണ് ഉള്ളത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും വോട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾ ഗ്ലോബലി പല കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ആ രാജ്യത്തിലുള്ള ജനങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് അവരുടെ കുടുംബത്തിന്, അവരുടെ സമൂഹത്തിന്, അവരുടെ സൊസൈറ്റിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുത്തു ഈ ഒരു ലീഡർ എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റഷ്യ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാണോ മിസ്റ്റർ മാക്രോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഡയറക്റ്റ് ആയിട്ട് റഷ്യ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിന്റെ പുറകിൽ യൂറോപ്പിന്റെ പുറകിൽ ചുക്കാൻ പിടിക്കുന്ന രണ്ട് വ്യക്തികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് മാക്രോൺ. കാരണം മാക്രോൺ കുറെ കാലം കൊണ്ട് ഇതിന്റെ പുറകിലുണ്ട്. സ്റ്റാർമറൊക്കെ ഇപ്പൊ വന്ന് കയറിയതാണ്, ഇപ്പൊ ഇലക്ഷൻ ജയിച്ച് വന്നതാണ് സ്റ്റാർമർ. അപ്പൊ സ്റ്റാർമറെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് മാക്രോൺ തന്നെയാണ്. മാക്രോൺ ആണ് ശരിക്കും സ്റ്റാർമറിനെയും കൂടി ട്യൂൺ ചെയ്യുന്നത്. ആ രീതിയിൽ മാക്രോൺ തന്നെയാണ് യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ മാക്രോണിന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സെലൻസ്കി ഇപ്പോൾ ഒരു പുതിയ പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുകയാണ്. ഇലക്ഷൻ നടത്താൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇമീഡിയറ്റ് ആയിട്ട് ഇലക്ഷൻ നടത്താൻ തയ്യാറാണെന്ന്. അതായത് ഏപ്രിലിൽ സീസ് വരും. സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇലക്ഷൻ നടത്താൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് സെലൻസ്കിക്ക് ഒരു നേട്ടം ഉണ്ടാക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലൻസ്കിയുടെ കീഴിൽ ഉക്രൈൻ ഭദ്രമായിരിക്കും എന്ന് ഉക്രൈന്റെ ജനങ്ങൾ വിലയിരുത്തും. അപ്പൊ ആ രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ വോട്ട് മേടിക്കാൻ സാധിക്കുമെന്നാണ് സെലൻസ്കി വിചാരിക്കുന്നത്. അതേപോലെ ഓപ്പോസിറ്റ് പാർട്ടികൾ, ഉക്രൈനുള്ള ഓപ്പോസിറ്റ് പാർട്ടികൾ പറയുന്നത് 3 മാസമെങ്കിലും സമയം വേണം. സീസ് ഫയർ വന്നാലും 3 മാസം സമയം വേണം. ക്യാമ്പയിൻ ചെയ്യാനുള്ള ടൈം വേണം. കാരണം ഉക്രൈനിലെ സെലൻസ്കി ചെയ്തിട്ടുള്ള ഒരുപാട് കറപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ എടുത്തിടാനുള്ള സമയം വേണം. അപ്പൊ നമ്മൾ അത് ഇപ്പൊ തൊട്ടേ തുടങ്ങിയാൽ തന്നെയും ഒരു 3 months ഗ്യാപ്പ്, ഇപ്പൊ തൊട്ട് ഈ കറന്റ് മൊമെന്റ് തൊട്ട് 3 മാസത്തെ ഗ്യാപ്പ് വേണം ഇലക്ഷൻ നടത്താൻ. ആ 3 മാസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടത്താനാണ് ഓപ്പോസിറ്റ് പാർട്ടികൾ പറയുന്നത്. റഷ്യയും ഈ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയാണ് അനുകൂലിക്കുന്നത്. റഷ്യക്ക് അതിനകത്ത് വേറെ ഗൂഢമായ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ പിടിച്ചെടുത്ത സ്ഥലം റഷ്യ എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ അതിലുപരിയായിട്ടുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഉക്രൈന്റെ ഉള്ളില് ശരിക്കും റഷ്യ അനുകൂലികൾ എത്ര ഉണ്ട് എന്നുള്ളത് റഷ്യക്ക് അറിയണം. അതിലുപരിയായിട്ട് ഈ മാറി വരുന്ന സർക്കാർ റഷ്യക്ക് അനുകൂലമായ സർക്കാരായിട്ട് മാറി തീരണം. റഷ്യയെ അനുകൂലിക്കുന്ന ഒരു സർക്കാരായിട്ട് അവിടെ ഉണ്ടാവണം എന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പുടിനും ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഈ ഒരു 3 മാസം ഒരു ബഫർ ടൈം വെച്ചിട്ട് വേണം ഇലക്ഷൻ നടത്താൻ എന്നുള്ള ഒരു താല്പര്യത്തെ അനുകൂലിക്കുന്നത്. ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ ഇവർ 3 പേരും കൂടി കഴിഞ്ഞ 5 വർഷത്തെ ഇവരുടെ എക്കണോമിക് ട്രേഡ് വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നുണ്ട്. അതിൽ എത്രമാത്രം ഇവരുടെ എക്കണോമിക് പുരോഗതി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ച അവിടെ നടക്കുന്നത്. പിന്നെ ഡച്ച് ടാക്സ് പേയേഴ്സ് പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്, പ്രതിഷേധമാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ ടാക്സ് പൈസ എടുത്ത് ഉക്രൈന്റെ ആയുധം മേടിക്കാനും യുദ്ധം നടത്താനും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ തന്നെ അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ തന്നെ ഈ രീതിയിലുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഡച്ചിൽ ഇപ്പൊ ഇന്ന് തുടങ്ങിയെന്നുണ്ടെങ്കിൽ നാളെ യൂറോപ്യൻ യൂണിയനിൽ എവിടെ നിന്നെല്ലാം പൈസ യുക്രൈനിൽ കൊടുക്കുന്നു ആ രാജ്യങ്ങളിലൊക്കെ ഇതേ സെയിം പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളും പണ്ടത്തെ ഒരു അവസ്ഥയിലല്ല ഇന്നുള്ളത്. ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ആ രീതിയിൽ പാപ്പരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഇന്ത്യയിലെ പല തെരുവുകളെക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് ഗ്രീസിലെ പല സ്ട്രീറ്റുകളും. അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും നമുക്ക് അങ്ങനെ എണ്ണി പറയാൻ കഴിയും. ഈ കാണുന്ന പോലെ അത്രയും സുന്ദരമായിട്ടുള്ള ഒരു യൂറോപ്പ് അല്ല ഇന്ന് നിലനിൽക്കുന്ന ഒരു യൂറോപ്പ്. ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ ഉള്ളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യും, ഉക്രൈനെ പിന്തുണയ്ക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഗോണ്ട് പറയുന്നിടത്തോളം പ്രശ്നമില്ല. പൈസ കൊടുത്ത് സഹായിക്കാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വരുന്ന വിലയിരുത്തൽ. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റഫ ഭാഗത്ത് നിന്ന് മാസീവ് ആയിട്ടുള്ള ഇവാക്യുവേഷൻ ആണ്. അതായത് അവിടെ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിന്നെ ഒഴിഞ്ഞു പോകാനുള്ള ഉത്തരവാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്. ഇത്രയും കാലം നടന്ന യുദ്ധത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാസീവ് ആയിട്ടുള്ള ഒരു ഇവാക്യുവേഷനുള്ള ഓർഡറാണ്, ഉത്തരവാണ് IDF പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് റഫ ഭാഗത്ത് നിന്ന് ജനക്കൂട്ടങ്ങൾ ഒഴിഞ്ഞു പോവാണ്. ശരിക്കും ഈജിപ്തിന്റെ അകത്തേക്ക് തന്നെയാണ് കയറി പോകുന്നത്, അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ പദ്ധതി അടുത്ത ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന് ശരിക്കും ഒരു പ്രതിഫലം എന്നുള്ള നിലയിൽ അവിടെ ഹമാസിന് ഒരു രീതിയിലുള്ള പ്രതിരോധവും തീർക്കാൻ പറ്റാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു ഹമാസിനെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗാസയിലുള്ള ജനങ്ങൾ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ നിരുപാധികം ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പൊ അതാണ് അവസ്ഥ. ഗാസയിൽ നിന്നും കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാർ പലായനം ചെയ്തു പോവാണ്. അതാണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറബ് രാഷ്ട്രങ്ങളും ഇല്ല, ഒരു ഈജിപ്തും ഇല്ല, ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ല, ഒരു ഖത്തറും ഇല്ല. അവിടെ ആരും തന്നെ ഈ ഒരു ജനങ്ങളെ ഏറ്റെടുക്കാനില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാസയ്ക്കുള്ളിൽ നിന്നും ഇവര് നിരുപാധികം ഇറങ്ങി പോകേണ്ട ഒരു സമയം ഉണ്ടാവും. ആരും തന്നെ ചോദിക്കാനും പറയാനില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ അത് വളരെ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഗാസ അവിടെ ഉണ്ട്, ഗാസയിലെ ജനങ്ങൾ, അത് ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ജനങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പലരും ഇതിനെ തിരിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈജിപ്ത് എപ്പോഴാണോ അവിടെ നിന്ന് അവരുടെ ഭരണകൂടം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോയത്, ആ സമയത്ത് തന്നെ ഇവരൊക്കെ ഇറങ്ങി പോകേണ്ടതായിരുന്നു. ഇത്രയും കാലം ഇവരെ സഹിച്ച് ഇരുന്ന്, അതായത് ഇവർക്ക് കൂടപ്പുറപ്പായിട്ട് തന്നെ തീവ്രവാദം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്നും വിമോചനം കിട്ടാത്തൊരവസ്ഥയിൽ ഇപ്പൊ ഇന്ന് ഇസ്രായേൽ നിർബന്ധമായിട്ട് ഇവരെ പുറത്താക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിന് വഴിയൊരുക്കിയത് അവർ തന്നെയാണ്, ഗാസയിലുള്ള ജനങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.